കഴിഞ്ഞ വർഷം ബീഹാർ ഇലക്ഷൻ കവർ ചെയ്യാൻ ഞാനും ബ്യൂറോ ചീഫും മനോജ് മേനോനുമൊപ്പമാണ് പോകാൻ മാതൃഭൂമിയുടെ ഹെഡ് ഓഫീസിൽ നിന്നും തീരുമാനം വന്നത്. ബീഹാറിൽ പോകുന്നതിന് മുമ്പ് മനോജ് എന്നോടൊരു കാര്യം പറഞ്ഞു. 47 വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ ബീഹാറിൽ ബാഗൽപൂരിൽ 10 പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാരാൽ 31 പേരുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച കഥ. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അന്ന് വലിയ വാർത്തയായി വന്നിരുന്നു. ഈ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തത് അരുൺ സിൻഹ എന്ന റിപ്പോർട്ടറാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ഇതിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അവരെക്കുറിച്ചൊരു സ്റ്റോറി ചെയ്യണമെന്നും ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പോകുമ്പോഴേ തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ ബീഹാറിലെത്തി അന്നത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, തേജസ്വി യാദവ് തുടങ്ങിയവരുടെ റാലികളും മറ്റും കവർ ചെയ്ത് ഞങ്ങൾക്കൊരു ഡ്രൈവറെ, അവിടെ നല്ലൊരു ഡ്രൈവറെ കിട്ടി. അദ്ദേഹം കുറച്ചുകൂടെയൊക്കെ ബീഹാറിൻ്റെ സ്ഥലങ്ങൾ അറിയാവുന്ന വ്യക്തിയായിരുന്നു. അനിൽ യാദവ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ബീഹാറിൻ്റെ ഏതാണ്ട് മുക്കും കോണയും അറിയാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പോകാം എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ബാഗൽപൂരിലേക്ക് യാത്രയായി. ഏതാണ്ട് ബീഹാർ പട്നയിൽ നിന്നും വളരെ ദൂരെ 70 കിലോമീറ്ററിന് അകത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോസി നദിയുടെ തീരത്താണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഞങ്ങളെത്തി. ഏതാണ്ട് ഉച്ചയോടുകൂടി എത്തി. ചാറ്റമഴയായിരുന്നു. ചാറ്റമഴയത്ത് ഈ വ്യക്തികളെ തപ്പിപ്പിടിക്കാൻ എങ്ങനെ സാധിക്കുമെന്നത് വളരെ ദുഷ്കരമായ ചടങ്ങായിരുന്നു. പലരോടും ഇതേക്കുറിച്ച് ചോദിച്ചു. പലരും കൈമലർത്തി അറിയില്ല എന്നുള്ള വിവരമായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ലോക്കൽ ചില പത്രങ്ങളുമായി ബന്ധപ്പെട്ടു. ആ ലോക്കൽ പത്രം പല പത്രങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിലും അതിലൊരു പത്രക്കാരൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ ബന്ധപ്പെടാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾ പിന്നെയും 2 മണിക്കൂർ കഴിഞ്ഞ് ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം പറയുന്നു, 2 പേര് ജീവിച്ചിരിപ്പുണ്ടെന്നറിയാം, അത് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, നോക്കട്ടെ, വെയിറ്റ് ചെയ്യൂ. അദ്ദേഹം അവിടുത്തെ ഒരു ക്രൈം റിപ്പോർട്ടറാണ്. ആ പത്രത്തിൻ്റെ ഒരു ക്രൈം റിപ്പോർട്ടറാണ്. അദ്ദേഹം ഞങ്ങളോട് ആ പത്രത്തിൻ്റെ പേര് പറയേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത്. അതിനുശേഷം ഏതാണ്ട് 6 മണിയോടുകൂടി അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. ഒരാളിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. സാലിഗ്രാം എന്നാണ് ആ വ്യക്തിയുടെ പേര്. അയാൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് ദുഷ്കരം പിടിച്ച സ്ഥലമാണ്. അവിടെ എത്തിപ്പെടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരാളിനെ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം ആ നാട്ടുകാരനായ ഒരു വ്യക്തി ഒരു ടോർച്ചും ഒക്കെ ആയിട്ട് ആ ഓഫീസിൽ വരുന്നു. ഞങ്ങളോടൊപ്പം കാറിൽ അദ്ദേഹം കയറി. ഇടപെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിൽ യാത്ര വളരെ ദുഷ്കരമായി തോന്നിയ ഒരു സമയമാണ്. ഞങ്ങളവിടെ ആ ഏരിയയിലേക്ക് എത്തുമ്പോൾ ഈ കാളയും പശുവൊക്കെ ഇങ്ങനെ തൂറി വിരകി, അതായത് ആ ഏരിയ മുഴുവൻ വല്ലാത്തൊരു വഴുക്കൽ അനുഭവപ്പെടുന്ന ഏരിയയാണ്. ഒരു വിധത്തിലാണ് ഞങ്ങൾ ആ ഏരിയയിലെത്തുന്നത്. എത്തി കാലെടുത്ത് വെളിയിലേക്ക് വെക്കുന്ന തന്നെ തെന്നി വീഴാൻ പോകണം. അത്ര കണ്ട് വൃത്തിഹീനമായ ഒരു ഏരിയ. അതിനടുത്തൊരു ചേരിയാണ് ഈ സാലിഗ്രാം താമസിക്കുന്നത്. ഞങ്ങളെ ഇദ്ദേഹം അവിടേക്ക് ഒരു വിധത്തിലാണ് ഞങ്ങൾ നടന്ന് കാലിൽ മുഴുവൻ ചാണകവും കാര്യങ്ങളും ഒക്കെ ആയെങ്കിലും ഞങ്ങൾക്ക് ഈ സ്റ്റോറി വളരെ വേണ്ടപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾ ആ കുടിലിലേക്ക് പോയി. ആ കുടിലിൽ ചെല്ലുമ്പോൾ ആ കുടിലിനുള്ളിലേക്ക് കയറാൻ നമ്മൾ തല കുനിച്ച് വേണം. കാരണം അത്ര ഹൈറ്റ് കുറഞ്ഞ ഒരു കുടിൽ. ആ കുടിലിൻ്റെ മുകളിൽ സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് വിരിച്ച് അതിൽ വെയിറ്റുകൾ വെച്ച് മഴ നനയാതെ അങ്ങനെ ഒരു ചേരി പ്രദേശമായിരുന്നു. ചേരി പ്രദേശം. അകത്തേക്ക് കയറിയപ്പോൾ അവിടെയും കൂരാക്കൂരിട്ട് വെട്ടമില്ല. ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമാണുള്ളത്. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് 1-2 സ്ത്രീകൾ ആ മുറിക്കുള്ളിലുള്ളത്. ഞങ്ങളോടൊപ്പം വന്ന ആ നാട്ടുകാരൻ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇത് കേരളത്തിൽ നിന്ന് വന്ന പത്രക്കാരാണ്. ഇവർക്ക് സാലിഗ്രാമിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം. അവരാദ്യം ഒന്ന് മടിച്ചു. കാരണം ഇവിടെ പല പത്രക്കാരും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. കാരണം അവർക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുകയോ, വളരെ ബുദ്ധിമുട്ടായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം. വീടെന്ന് പറഞ്ഞാൽ അകത്ത് ചാണകം മെഴുകിയ തറകളും
ചെറിയ മുറികളാണ്, വളരെ ചെറിയ മുറികളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇത്രയും ദൂരം വന്നതാണ്, ഈ ഒരു സാലിഗ്രാമിനെ കാണാൻ വേണ്ടി മാത്രമായി വന്നതാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊരു 2 വാക്ക് പറയാൻ അവസരം തരണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു ഗീതാദേവി. അവർ മുറിക്കുള്ളിലേക്ക് പോയി. ഒരു പ്രായമായ മനുഷ്യൻ, 2 കണ്ണുകളും കാണാത്തൊരു മനുഷ്യൻ, ഉടുത്തിരുന്നത് കൈലിയാണ്, ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, ഒരു കാക്കി കളറിലുള്ളൊരു പുതപ്പാണ് ആ മനുഷ്യൻ പുതച്ചിരിക്കുന്നത്. 2 കണ്ണുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് ഈ മുറിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു കസേരയിലിരുത്തി. അപ്പോഴും ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടമേ ഉള്ളൂ, വേറെ വെട്ടമില്ല, ഒരു മണ്ണെണ്ണ വിളക്ക് കത്തുന്ന വെട്ടം. ഞാനപ്പം എൻ്റെ കയ്യിലിരുന്ന മൊബൈൽ തെളിച്ചിട്ട് അവിടെ ഇരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. മോളെ ഇതൊന്ന് ഫോണൊന്ന് പിടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ആ ഫോൺ ഇങ്ങനെ പിടിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ അഴുക്ക് ചാലിൽ നിന്ന് ഒലിച്ചു വരുന്നത് പോലെ എന്തൊക്കെയോ ഒഴുകി വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോഴാണ് ഈ നരനായാട്ട് നടന്നത്. കാരണം 22 വയസ്സുള്ള സാലിഗ്രാം സൈക്കിൾ റിക്ഷ, ആ പ്രദേശത്ത് സൈക്കിൾ റിക്ഷ ചലിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ പൈസ കിട്ടുന്ന പൈസ കൊണ്ട് വേണം ഉപജീവനം നടത്താൻ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം രാവിലെ ഏതാണ്ട് 9-9:30 സൈക്കിൾ റിക്ഷ ചലിപ്പിക്കാൻ ആ പ്രദേശത്തേക്ക്, ഭാഗൽപൂരിലെ പ്രദേശത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 3-4 സൈക്കിൾ റിക്ഷക്കാർ വേറെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം അവിടെ ഒരു കലിങ്കിലിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞെടുത്ത് വന്ന് സഡൻ ബ്രേക്കിട്ട് അവിടെ നിന്നു. അദ്ദേഹം പറഞ്ഞ കഥയാണിത്. അവിടെ നിന്നു. അതിൽ നിന്നും 2 പോലീസുകാരിറങ്ങി ഈ സാലിഗ്രാമിനെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റി നിസാം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ക്രൂരമായി മർദ്ദിച്ചു. സാലിഗ്രാമൻ അറിയില്ല എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന്. ഒരു സാധാരണ സൈക്കിൾ റിക്ഷക്കാരനെ എന്തിനു മർദ്ദിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ഒരു മോഷണം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ കൈയും കാലും, കൈ പിടിച്ച് പുറകോട്ട് കെട്ടി, കാല് 2 ബന്ധിച്ചു. അതിനുശേഷം പിന്നെയും ഷൂ ഇട്ട് ചവിട്ടുകയും മറ്റു പല ദേഹോപദ്രവങ്ങളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തെ മലർത്തിക്കിടത്തി ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ പോളകൾ വലിച്ചു പിടിച്ചു. ഒരു പോലീസുകാരൻ കൺപോളകൾ വലിച്ചു പിടിച്ചപ്പോൾ മറ്റേ പോലീസുകാരൻ ചാക്ക് തയ്ക്കുന്ന സൂചി കൊണ്ട് ആ കണ്ണിലേക്ക് സൂചി കുത്തിയിറക്കി. ഒന്നല്ല പലവട്ടം ചോര ചെതറി. രണ്ടാമത് അടുത്ത കണ്ണിലേക്കും ഇതുപോലെ സൂചി കുത്തിയിറക്കി. ഈ സൂചി ഓരോന്നും കുത്തിയിറക്കുമ്പോൾ സൈറാം ഉറക്കെ അലറിക്കരഞ്ഞു. ഈ ഒച്ച പുറത്തു വരാതിരിക്കാൻ അയാളുടെ വായിലേക്ക് തുണി തിരികെയും. മണിക്കൂറുകൾ കൊണ്ട് പല പ്രാവശ്യം കണ്ണിൽ കുത്തി ചോര കണ്ണിൽ നിന്നും ഒഴുകുകയാണ്. അയാൾ അലറിക്കരയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അയാൾക്ക് കരയാൻ സാധിക്കുന്നില്ല. വായിൽ നിറച്ച് തുണിയാണ്. അയാൾ കിടന്ന് ഞെരുങ്ങുകയും, അതായത് വല്ലാത്ത ഒരു അവസ്ഥ. ഒരു മനുഷ്യൻ മൃഗീയമായി ഒരു പക്ഷേ വെടിവെച്ച് കൊന്നുകളയുകയാണെങ്കിൽ, സാലിഗ്രാം പറഞ്ഞത്, എന്നെ അന്ന് ആ സമയത്ത് വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അതാണ് ഒരു മനുഷ്യനെ മറ്റൊരു അധികാരി, ഒരു പോലീസ് അധികാരി കണ്ണിൽ ചാക്ക് തയ്ക്കുന്ന സൂചി കുത്തിപ്പൊട്ടിക്കുകയാണ് ആ കണ്ണുകൾ. അങ്ങനെ ആ പരിസരത്തുള്ള 31 പേരെ 10 സ്റ്റേഷനുകളിലായി അവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അതിൽ കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം അവരെ മണിക്കൂറുകളോളം നിലത്തിട്ടിരുന്നു. അതിനുശേഷം ഇവരുടെ കണ്ണിലെ കാഴ്ച പോയോ എന്നറിയാൻ, അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബോധമൊക്കെ പോയി, എനിക്കൊന്നും ഓർമ്മയില്ല. മണിക്കൂറുകൾക്ക് ശേഷം ഇയാളുടെ ബോധം വന്നപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. സാലിഗ്രാം പറയുന്നത് ഒരു പക്ഷേ അത് ഡോക്ടറാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ആ വന്ന ആൾ കണ്ണ് പരിശോധിക്കുമ്പോൾ കണ്ണിൽ കൂടി ഇങ്ങനെ ചോര ഉണങ്ങി ആകെ വികൃതമായി കണ്ണിരിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, നിൻ്റെ കണ്ണിലേക്ക് ഞങ്ങൾ ശകലം ഗംഗാജലം ഒഴിച്ചു തരും, നിനക്ക് മോക്ഷം കിട്ടും. അപ്പോൾ സാലിഗ്രാം വിചാരിച്ചു,
ഒരു പക്ഷേ വെള്ളമൊഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ, സാലിഗ്രാമിന് അറിയില്ല. പക്ഷേ ഈ ഡോക്ടറുടെ പരിശോധനയിൽ മനസ്സിലായി ഈ ഒരു ചെറിയ കാഴ്ചയെങ്കിലും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടണം. അതാണ് ആ ക്രൂരകൃത്യത്തിൻ്റെ എന്താ പറയുക, ആ ക്രൂരകൃത്യത്തിന് നമ്മൾ എന്ത് പേര് കൊടുക്കുമെന്നറിയില്ല. അത്ര കണ്ട് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ആ ക്രൂരകൃത്യം. അതിനുവേണ്ടി ആ സാലിഗ്രാമിൻ്റെ കണ്ണിലേക്ക് ആസിഡ് ഒഴിച്ചു. സാലിഗ്രാം വളരെ ഒച്ചത്തിൽ നിലവിളിച്ചത് പുറത്തു കേൾക്കില്ല. കാരണം ചുമരുകൾക്കുള്ളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അത് എന്തിനവർ ചെയ്തു എന്ന് പലർക്കും അറിയില്ല. അങ്ങനെ 31 ജീവനുകൾ അല്ലെങ്കിൽ 31 മനുഷ്യരുടെ കണ്ണുകളാണ് 10 സ്റ്റേഷനിലായി പല വിധത്തിൽ. ചിലരെ ആസിഡ് സിറിഞ്ചിൽ കുത്തിവെക്കുകയായിരുന്നു കണ്ണിലേക്ക്. ആ സിറിഞ്ചിലേക്ക് ആസിഡ് കുത്തിവെക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ആസിഡ് ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ തൊട്ടാൽ പോലും നമുക്ക് പൊള്ളും. ആ ആസിഡ് കണ്ണിലേക്ക് കുത്തിവെക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ഏത് രീതിയിൽ ക്രൂരമായി ഉപദ്രവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്രൂരമായി എന്താണ് ചെയ്യാൻ പറ്റുക എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് കാക്കിയിട്ട പോലീസുകാർ ചെയ്തു കൂട്ടിയത്. 10 സ്റ്റേഷനുകളിൽ ഈ സംഭവങ്ങൾ നടന്നപ്പോൾ പല സമയങ്ങളിലാണ്. ചില ചൊവ്വാഴ്ചയാണെങ്കിൽ വേറൊന്ന് ബുധനാഴ്ചയായിരിക്കും, ഇല്ലെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കും. അങ്ങനെ മാറി ഓരോരോ ദിവസങ്ങളിലാണ് ഓരോരുത്തരെ പിടിച്ചിരിക്കുന്നത്. ഈ ക്രൂരകൃത്യങ്ങൾ ഓരോന്നും അങ്ങനെയാണ് നടന്നത്. പോലീസുകാരെ അട്ടഹസിക്കുകയാണ്. ഈ ക്രൂരകൃത്യം ചെയ്തിട്ട് അവർ അട്ടഹസിക്കുകയാണ്. എന്തിനു വേണ്ടി ഇവർ ചെയ്തെന്നോ എന്ന് പുറം ലോകം അറിയുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ചെയ്തികൾക്ക് ശേഷം ഇവർക്ക് പലരും പാരിതോഷികം കൊടുത്തു എന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വായിക്കാൻ സാധിച്ചു. പാരിതോഷികം, അതെന്തിനാണ് പാരിതോഷികം കൊടുത്തതെന്ന് നമുക്കും അറിയില്ല. ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് പാരിതോഷികം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവങ്ങൾ ഏതാണ്ട് 47 വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നത്. ഈ ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്തു? കാരണം 6 സൈക്കിൾ റിക്ഷ ഓടിക്കുന്നവരിയ്ക്കുന്നതിൽ നിന്നും സാലിഗ്രാമിനെ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പോകണം. മറ്റവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ എന്താണ് നിഗൂഢത, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്താണ് കാര്യം എന്ന് നമുക്കറിയില്ല. നാട്ടുകാരുടെയും വഴിയാത്രക്കാരുടെയും പരാതിയെ തുടർന്ന് മോഷണ ശ്രമങ്ങൾ ഉണ്ടെന്നും മറ്റു ചെറിയ കുറ്റങ്ങൾ ഉണ്ടെന്നും ആരോപിച്ചാണ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി ഇത്ര ക്രൂരമായ കൃത്യത്തിന് നിർവഹിച്ചത്. ഈ ഓപ്പറേഷൻ ഗംഗാജൽ എന്നാണ് പോലീസുകാർ പേരിട്ടിരുന്നത്. സാലിഗ്രാമിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിൽ നിന്നും പിന്നെ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. 1979 മുതൽ 79 ജൂലൈ മുതൽ 80 ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവരെ പിടികൂടി ഈ കർമ്മം നിർവഹിച്ചത്. ജയിൽ സൂപ്രണ്ട് ബച്ചുലാൽ ദാസാണ് ഈ ക്രൂരകൃത്യങ്ങളുടെ വിവരം പത്രക്കാർക്ക് മുമ്പിൽ തുറന്നുകൊടുത്തത്. ജയിലിൽ നിന്നും പ്രത്യേകമായി ഈ കണ്ണ് നഷ്ടപ്പെട്ടവരെ പത്രക്കാർക്ക് മുമ്പിൽ നിരത്തി ആ വാർത്തകൾ അവർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ഈ സൂപ്രണ്ടാണ്. ഈ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കണ്ണ് മറച്ചാണ് സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നത്. പത്രക്കാർക്ക് 15 മിനിറ്റ് സംസാരിക്കാനും അതിനുശേഷം കുടുംബാംഗങ്ങളെ കാണാനുമുള്ള സമയമായിരുന്നു. കുടുംബാംഗങ്ങളെ പലരും മക്കളും ഭാര്യയും കണ്ടപ്പോൾ അവരെല്ലാം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എന്നാൽ കണ്ണ് നഷ്ടപ്പെട്ടവർ വികാരമില്ലാതെ വെറുതെ ഇരിക്കുക മാത്രമാണ് ചെയ്തത്. കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്ത 15 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുവെന്നും പിന്നീട് അവർ പല മാർഗത്തിലൂടെ തിരിച്ചു കയറിയെന്നും പല വാർത്തകളുണ്ട്. കണ്ണ് നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഈ വ്യക്തികൾക്ക് സർക്കാർ ആദ്യം 500 രൂപയും അതിനുശേഷം 500 രൂപ പെൻഷനായും അതിനുശേഷം 750 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ് സാലിഗ്രാം നമ്മളോട് പറഞ്ഞത്. സാലിഗ്രാമിന് 2 പെൺമക്കളാണ്. ഒരു മകൾ കൂടെ താമസിക്കുന്നു, മറ്റൊരുവൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. സാലിഗ്രാമിനെ നോക്കുന്നത് ഇളയ മകളാണ്, ഗീതയാണ് നോക്കുന്നത്. സാലിഗ്രാമിൻ്റെ ആവശ്യം സാലിഗ്രാമിൻ്റെ മരുമകനെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടണമെന്നാണ്. സാലിഗ്രാമിന് ഇപ്പോൾ 70 വയസ്സുണ്ട്. സാലിഗ്രാം ഈ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ജീവിച്ചത് ഭാര്യ സതീദേവി
കഷ്ടപ്പെട്ട് വീടുകൾ ജോലികൾക്ക് പോയി ആ വരുമാനം കൊണ്ടാണ് സാലിഗ്രാം ജീവിച്ചത് തന്നെ. അദ്ദേഹത്തിന് അന്ന് കിട്ടിയ 500-ൽ നിന്നും 750 ആക്കി എന്ന് പറയുമ്പോഴും ആ 750 രൂപയ്ക്ക് ഒരു കുടുംബം കഴിയുമോ? ഇല്ല. സാലിഗ്രാമിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴും മഴ തുടർന്നുകൊണ്ടിരുന്നു. മഴ ഒരുവിധം നനഞ്ഞാണ് ഞങ്ങൾ കാറിനുള്ളിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഒരാളും കൂടി ജീവിച്ചിരിപ്പുണ്ട് എന്നും അദ്ദേഹത്തെ അന്വേഷിച്ച് ഒരു യാത്ര കൂടി മുന്നോട്ട് പോകാമെന്നും വിചാരിച്ചു. മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ നിന്നും വളരെ ദൂരെയാണെന്നും അവിടെ എത്തിപ്പെടുക വളരെ വിഷമമാണെന്നറിഞ്ഞിട്ടുകൂടി ഞങ്ങൾ ആ യാത്രയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി. പക്ഷേ അവിടെ എത്തി എങ്കിലും ഈ അഡ്രസ്സിലുള്ള ഈ വ്യക്തിയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ആളെ കണ്ടെത്താനാവാതെ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടന്ന ബാഗൽപൂരിൽ നിന്നും ഞങ്ങൾ ഇലക്ഷൻ വർക്കുകളിനായി മുന്നോട്ട് നീങ്ങി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2019 പാർലമെൻറ്റിൽ പൗരത്വ നിയമ ഭേദഗതി ബിൽ പാസ്സായതിനെ തുടർന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു. തടങ്കൽ പാളയങ്ങൾ പുതിയതായി നിർമ്മിക്കുന്നുവെന്നും അനധികൃതമായി താമസിക്കുന്നവരെ പിടിച്ച് ജയിലിലിടേണ്ട ഒരവസ്ഥയാണെന്നും കുടിയേറ്റക്കാരെ ആധാറും മറ്റ് രേഖകളുമില്ലാത്തവരെ പിടിച്ച് കുറച്ച് ദിവസങ്ങൾ തടങ്കൽ പാളയത്തിൽ വയ്ക്കുമെന്നും ഉള്ള പല വാർത്തകളും പുറത്തു വന്നു. തടങ്കൽ പാളയങ്ങൾ അന്വേഷിച്ച് പോകണമെന്ന് എഡിറ്റർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാനും മനോജ് മേനോനും ആസാമിലെ തടങ്കൽ പാളയങ്ങൾ അന്വേഷിച്ച് യാത്ര തിരിച്ചു. ആസാമിൽ വിമാനമിറങ്ങുമ്പോൾ യാതൊരുവിധ ഐഡിയയുമില്ല എവിടേക്ക് പോകണമെന്ന് പോലും. ആസാമിൽ ഏതാണ്ട് 6-7 തടങ്കൽ പാളയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ഉപയോഗശൂന്യമാണോ എന്ന് നമുക്കറിയില്ല. നിയമവിരുദ്ധമായി ആരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നു അവരെ പിടിച്ച് ഈ തടങ്കൽ പാളയത്തിൽ കൊണ്ടുപോവുക. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ വേറെ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ ഒന്നിൽ അവരെ ബോർഡറിൽ കൊണ്ട് തിരിച്ചുവിടുക, അങ്ങനെയൊക്കെ പല നിയമവ്യവസ്ഥകളും ഇതിനുള്ളിലുണ്ട്. അപ്പോൾ തടങ്കൽ പാളയങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ ഗോൽപ്പാറ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മദിയ റോഡ് സൈഡിൽ തന്നെ, റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്കൊരു വഴിയാണ് മദിയ എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി. ആ സ്ഥലത്തൂടെ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ സമുച്ചയം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമുച്ചയം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലായില്ല. ആരോടും ചോദിക്കാൻ പുറത്തെങ്ങും ആരെയും കണ്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് യാദൃച്ഛികമായി ഒരു വ്യക്തിയെ അവിടെ കണ്ടു. അദ്ദേഹം അവിടുത്തെ എന്തോ ഒരു ജോലിക്കാരനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു ഇതെന്താണ് ഇവിടെ പണി നടക്കുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇതൊരു തടങ്കൽ പാളയമാണ്, ഇവിടെ 3000 പേരെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, വിശാലമായ ഒരു കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ കെട്ടിടത്തിൻ്റെ സൈഡുകളിലൊന്നും മറ്റ് വീടുകളോ കടകളോ ഒന്നും തന്നെയില്ല. ഞങ്ങളവിടെ എത്തുമ്പോൾ ക്യാമറ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല, ഭയങ്കര സെക്യൂരിറ്റി ടൈറ്റാണ്. ക്യാമറ ഞാൻ ഷട്ടിനുള്ളിൽ ഒളിപ്പിച്ച് ഉള്ളിലേക്ക് കിടന്നു. ഉള്ളിൽ നിന്ന് പല ഭാഗങ്ങളിലും ആൾക്കാർ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചിത്രങ്ങളെടുത്തു. 1, 2, 3 ചിത്രങ്ങളിൽ കൂടുതൽ അവിടെ എടുക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഇതൊരു 2 നില ആയാലും അതിന് മുകളിലേക്കും പണി നടക്കുന്നേ ഉള്ളൂ. 3 നില കെട്ടിടമാണെന്ന് എനിക്ക് തോന്നുന്നു, 3 നില കെട്ടിടമാണെന്ന് തോന്നുന്നു. അത്ര ഉയരത്തിലേക്കും ഭയങ്കര വിസ്തീർണത്തിൽ, അതായത് 3000 ആൾക്കാരെ താമസിപ്പിക്കാൻ സൗകര്യമുള്ള ഒരു പടുകൂറ്റൻ തടങ്കൽ പാളയമാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ, അതായത് ഇതിൻ്റെ മൊത്തമായിട്ടൊരു വ്യൂ എടുക്കണമെന്ന് മനസ്സിൽ തോന്നി. കാരണം അതൊരു നല്ല ചിത്രമായിരിക്കും, അത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങി. ഗേറ്റിനോട് ചേർന്ന് ഈ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് നിൽക്കാവുന്ന രീതിയിൽ 1-2 നിലകളായിട്ട് ഗേറ്റിനോട് ചേർന്ന് കോൺക്രീറ്റ് വാർത്തിട്ടുണ്ടായിരുന്നു.
ആ കോൺക്രീറ്റ് വഴി ചവിട്ടി മുകളിൽ കയറി ഞാൻ ഈ ബിൽഡിംഗ് തന്നെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിലൂടെ ഒരു വിധത്തിൽ കയറി 1-2 ചിത്രം എടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു താഴെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ താഴെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ തിരക്ക് പിടിക്കേണ്ട, ഞാൻ പതുക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1-2 പടം കൂടി എടുത്ത് ഞാൻ താഴെ ഇറങ്ങി. താഴെ ഇറങ്ങിയപ്പോൾ അയാളിനോട് ചോദിച്ചു, താങ്കൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ ഈ ചിത്രങ്ങൾ എടുക്കാൻ വന്നത്? ഇത് ആർക്കും അറിയാൻ മേലാത്തൊരു സ്ഥലമാണ്, ഇവിടെ എങ്ങനെ താങ്കൾ എത്തി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ഭാരത് സർക്കാരിൻ്റെ ആൾക്കാരാണ്, പത്രക്കാരാണെന്ന് പറഞ്ഞില്ല. കാരണം പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ അവിടുന്ന് അമ്മാർ ഓടിച്ചിരിക്കും. ഇത് ഞങ്ങൾ സർക്കാരിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാണ് ആ ചിത്രമെടുത്തത്. ചിത്രമെടുത്ത് ഞാൻ താഴെ ഇറങ്ങി കാറിൽ ഡ്രൈവറോട് പറഞ്ഞു വെച്ചിരുന്നു കാറ് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം, കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ തടങ്കൽപ്പാളയം നിർമ്മിക്കുന്നതിന് അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ബിൽഡിങ്ങുകളോ മറ്റൊന്നും തന്നെ ഇല്ല, വെറും കാട് പിടിച്ച പ്രദേശം, റബ്ബർ തോട്ടങ്ങളുണ്ട്, ഒരു സൈഡിൽ മരങ്ങൾ കുറേയുണ്ട്. അവിടെ നിന്നൊരു 1/2 ഫർലോങ് മാറിയ മാത്രമാണ് ഒരു ചെറിയ ചായക്കട അവശേഷിക്കുന്നത്. ചായയും ബിസ്ക്കറ്റും മാത്രം കിട്ടുന്നൊരു കട അവശേഷിക്കുന്നത്. അങ്ങനെയാണ് ആസാമിലെ തടങ്കൽ പാളയങ്ങൾ അന്വേഷിച്ചു പോയ യാത്ര. കുന്നിന് മുകളിൽ എത്തുന്നതിനൊരു 1/2 കിലോമീറ്റർ ഇപ്പുറം മുതൽ ഈ ചെളിയിൽ പുരണ്ട ചെരുപ്പുകൾ കാണാൻ തുടങ്ങി. കാരണം തലേ ദിവസം ഭീകരാക്രമണത്തിൽ ഓടിയവരുടെ ചെരുപ്പുകൾ ചെളിയിൽ പൂഴ്ന്നു കിടക്കുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ബൈസരൺ വാലിയുടെ ഈ ഭീകരാക്രമണം നടന്ന പുൽമേടുകളുടെ മെയിൻ ഗേറ്റ് അടച്ചിട്ടിരുന്നു. ഉള്ളിൽ CRPF ജവാന്മാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഗേറ്റിന് മുന്നിലായി രക്തക്കറകൾ കല്ലുകളിൽ പതിഞ്ഞിരുന്നു.